ഹലോ ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ. ഇന്നപ്പോൾ എന്തായാലും ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇപ്പോൾ ഏട്ടൻ ഓട്ടോ ഓടിക്കല്ല പെയിൻറ്റിങ്ങിന് പോവാണെന്ന് പറഞ്ഞല്ലോ. ഓട്ടോ ഓടിക്കാറുണ്ട് കേട്ടോ. വൈകിട്ട് വന്നിട്ട് ഓട്ടോ ഓടിക്കാൻ പോകാറുണ്ട്. വല്ല ഓട്ടോ കിട്ടുകയാണെന്ന് വെച്ചാൽ വല്ല ഹോസ്പിറ്റലിലേക്കോ അങ്ങനെ എങ്ങാനും കിട്ടുകയാണെന്ന് വെച്ചാൽ പോകാറുണ്ട്. അല്ലാണ്ട് സ്റ്റാൻഡിലേക്ക് പോകാറില്ല കേട്ടോ. അപ്പോൾ ഏട്ടന് വർക്കിന് പോകുമ്പോഴാണെങ്കിൽ ചോറ് കൊണ്ടുപോകണം കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ എണീറ്റിട്ട് ചോറ് വെക്കാനുള്ള കാര്യം നോക്കുകയാണ് കേട്ടോ. വെള്ളം തിളച്ചപ്പോൾ അരി ഇടുകയാണ്. അതുപോലെ ഇനി ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ഒക്കെ കാര്യങ്ങൾ നോക്കണം. നമുക്ക് കറി വെക്കാനില്ല കേട്ടോ. ഇന്നലെ വൈകുന്നേരമാണ് കേട്ടോ ഏട്ടൻ മീൻ കൊണ്ടുവന്നത്. അത് കാരണം കൊണ്ട് തന്നെ മീൻ കറി ഇന്നലെ വൈകുന്നേരം വെച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ ഏട്ടന് കൊടുത്തേക്കണത്. അതുപോലെ തന്നെ മീൻ വറുത്തതും ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് കൊടുത്തേക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദോശ ഉണ്ടാക്കണം, അതുപോലെ തന്നെ ഒരു ഉപ്പേരി ഉണ്ടാക്കണം കേട്ടോ. ഇതാ അപ്പം നമ്മുടെ പച്ചക്കറി കൊട്ടയിൽ കുറച്ച് പച്ചക്കറി കഷ്ണങ്ങൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഏട്ടനാണെങ്കിൽ 2 ദിവസം മുന്നേ 2 ദിവസം 3 ദിവസം കണ്ട് മുന്നേ നമുക്ക് ഇവിടെ വീട്ടിൽ പച്ചക്കറി കിട്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലുണ്ടായിരുന്നതാണ്. അപ്പോൾ അതിൽ കുറച്ച് ബാക്കി കഷ്ണങ്ങളുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് എന്തായാലും ഉപ്പേരി വെക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഞങ്ങൾക്കാണെങ്കിൽ അവിടെ ചെറുതുരുത്തി പാലത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ആയിട്ട് പച്ചക്കറി കിറ്റ് കിട്ടും കേട്ടോ. 50 ഉറുപ്പ്യ ഉണ്ടാവുള്ളൂ. അതിൽ അത്യാവശ്യം പച്ചക്കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ മേടിച്ച് ഭയങ്കര മോശമാവും കേട്ടോ. അധികം അളിഞ്ഞു പോകുന്ന സാധനങ്ങളാവും ഉണ്ടാവുക. ഇവിടെ എന്ന് പറയുമ്പോൾ മുറിച്ച കുറച്ച് കഷ്ണങ്ങളുണ്ടെങ്കിലും കൂടെ ഇതുപോലെ കേടുവരാത്ത നല്ല കഷ്ണങ്ങളും കിട്ടാറുണ്ട് കേട്ടോ. അത് കാരണം കൊണ്ട് എപ്പോഴും ആയിട്ട് അവിടെ നിന്നാണ് പച്ചക്കറി കിറ്റൊക്കെ മേടിക്കാറ് കേട്ടോ. മാത്രമല്ല എന്താ പറയുക, അങ്ങനെ മേടിക്കുകയാണെന്ന് വെച്ചാൽ 50 ഉറുപ്പ്യക്കുള്ള സാധനങ്ങളൊന്നുമല്ല ശരിക്കും പറഞ്ഞാൽ അതിലുണ്ടാവുക. ഞാൻ ആദ്യം തന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചക്കറി കിറ്റ് കിട്ടുകയാണ് വാങ്ങിയിട്ട് വരികയാണെങ്കിൽ അതിലാദ്യം ഞാൻ കേടുവന്ന് പോണ കഷ്ണങ്ങൾ ആദ്യം എടുത്ത് വെക്കിട്ടോ. അതിപ്പോൾ എന്തായാലും ഇപ്രാവശ്യം കിറ്റ് കൊണ്ടുവന്നതിൽ കുറച്ച് വെട്ടിക്കൂട്ട് കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടൊരു സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താ പറയുക, വഴുതനങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. വഴുതനങ്ങയൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് കേടുവന്ന് പോകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ വഴുതനങ്ങയൊക്കെ എടുത്തിട്ട് ഉപ്പേരിയും വെച്ചു, അങ്ങനെ ചെയ്തു കേട്ടോ. പിന്നെ ഇതുപോലെ കേട് വരാത്ത നല്ല നല്ല കഷ്ണങ്ങൾ അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ വല്ല ഉപ്പേരിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അധികം കഷ്ണങ്ങൾ എന്താ പറയുക കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് കേട്ടോ അരിയുക. പ്രത്യേകിച്ച് ഇതുപോലത്തെ ബീട്രൂട്ടും കാര്യങ്ങളൊക്കെ എന്താ പറയുക കഴുകിയിട്ട് അരിഞ്ഞിട്ട് പിന്നെ കഴുകാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എന്താ പറയുക എല്ലാ സത്വം അങ്ങോട്ട് പോവും. അത് കാരണം കൊണ്ട് ആദ്യം ഞാനൊന്ന് കഴുകിയതിന് ശേഷമാണ് കേട്ടോ അരിയുക. പിന്നെ ഞാൻ കഴുകാനൊന്നും നിൽക്കില്ല. അങ്ങനെ ഇതാ മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഉപ്പേരി കഷ്ണം. അപ്പം നോക്കുമ്പോഴാണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ കുക്കറിൻ്റെ വാലിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കത്തി വെച്ചിട്ടൊന്ന് ടൈറ്റാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ഈ കുക്കറുണ്ടല്ലോ, ഇത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് മേടിച്ചൊരു കുക്കറാണ് കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിച്ചതാണ്. ഇതും പിന്നെ ഇതിൻ്റെ കൂടെ ഇതിനേക്കാൾ ചെറുതായിട്ടൊരു കുക്കറും കൂടി ഉണ്ട് കേട്ടോ. 2 പാത്രവും ഒരു മൂടിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഉപ്പേരിയൊക്കെ അടുപ്പത്ത് വെച്ചതിന് ശേഷം പിന്നെ ചോറ് വെന്തോന്ന് നോക്കി. അപ്പോൾ അതൊന്നും കൂടി ആവാണ്ടായിരുന്നു. അപ്പോൾ വേഗം ദോശയ്ക്കുള്ള മാവ് കലക്കി വെച്ചിട്ടോ. ദോശയ്ക്കുള്ള മാവ് കലക്കിയപ്പോഴേക്കും ചോറ് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറ് വാർത്ത് വെച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ നമ്മളുടെ ഉപ്പേരി കഷ്ണം വേവിക്കാൻ വെച്ചത് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് എയർ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ മാറ്റി വെച്ചു. ശേഷം പിന്നെ ഞാൻ ദോശ ഉണ്ടാക്കി തുടങ്ങുകയാണ് കേട്ടോ. അതിൻ്റെ എയർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് വറുത്തിടണം. നമുക്ക് ചോറും കൂട്ടാനും പെട്ടെന്ന് ആക്കലല്ല ബുദ്ധിമുട്ട്. അതൊക്കെ ഒന്ന് എന്താ പറയുക ചൂടാറി കിട്ടണം. അതാണ് നമ്മൾക്ക് ചിലപ്പോൾ നേരത്തെ ചോറും കറിയാകും. പക്ഷെ ഇത് ചൂട് നല്ലതുപോലെ അറിയാലല്ലേ പാത്രത്തിലാക്കി കൊടുത്തയക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നൊരു കാര്യം ചെയ്യുക, വറുത്തിടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉപ്പേരി വറുത്തിടാൻ വേണ്ടിയിട്ട് ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചു കേട്ടോ. അപ്പോഴാണ് എന്താ പറയുക ഏട്ടന് ചായ വേണമെന്ന് പറഞ്ഞത് കേട്ടോ. ഏട്ടനാണ് എണീറ്റ് വന്നതും പല്ല് തേച്ചിട്ട് ഒരു ഗ്ലാസ് ചായ ആൾക്ക് നിർബന്ധമാണ് കേട്ടോ. ഇവിടെ എനിക്കും പൂമ്പാറ്റയ്ക്ക് നിർബന്ധമൊന്നുമില്ല. പിന്നെ ഇടയ്ക്ക് പൂമ്പാറ്റ ചോദിക്കാറൊക്കെ ഉണ്ട് കേട്ടോ ചായ. എന്നാലും അങ്ങനെ കൊടുക്കൊന്നുമില്ല. ചായ ചൂടായി കേട്ടോ. അപ്പം ഞാൻ ഏട്ടനൊരു ഗ്ലാസ് ചായ എടുത്ത് കൊടുക്കാൻ പോവാണ്. അങ്ങനെ ഏട്ടന് ചായയൊക്കെ കൊടുത്ത് വന്നിട്ട് ഞാൻ വീണ്ടും ആ ചട്ടി അടുപ്പത്ത് വെച്ചു കേട്ടോ. നേരത്തെ എന്താ പറയുക ഉപ്പേരി വറുത്തിടാൻ വേണ്ടിയിട്ട് വെച്ചതാണല്ലോ. അങ്ങനെ ചട്ടി അടുപ്പത്ത് വെച്ചു. അതിൽ കുറച്ച് കടുക് ഇട്ടു. പിന്നെ നമ്മൾ ഉപ്പേരി വറുത്തിടുന്നത് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചുവന്നുള്ളിയും കൂടി കുത്തിയിട്ടാണ് കേട്ടോ. അപ്പോൾ കടുക് പൊട്ടിയിലേക്ക് നമ്മളുടെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ വഴറ്റി
പൊടിയുടെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം അതിലേക്ക് നമ്മളുടെ വേവിച്ച് വെച്ച ഉപ്പേരി കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നുള്ളൂ, ബാക്കി കുറച്ച് മാറ്റി വെക്കണം. അത് നമ്മളുടെ പൂമ്പാറ്റയ്ക്ക് എരിവൊന്നും ഇല്ലാണ്ടൊന്ന് വറുത്തിട്ട് കൊടുക്കാനാണ് കേട്ടോ. എനിക്കിതുപോലത്തെ വെട്ടിക്കൂട്ടുപ്പേരിയൊക്കെ ഇഷ്ടമാണ് കേട്ടോ. ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അതൊന്ന് വറ്റിക്കാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മൾ ഇന്നലെ വെച്ച മീൻ കറി. എന്തായാലും നമുക്ക് ഏട്ടന് കൊണ്ടുപോകാനുള്ളതൊക്കെ ആക്കാൻ നോക്കാം കേട്ടോ. ഇന്നലെ വൈകുന്നേരം വെച്ച മീൻ കറിയും അതുപോലെ തന്നെ മീൻ വറുത്തതും ആക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ ചോറും ഉപ്പേരിയും കൂടി ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചോറും ഉപ്പേരി നമുക്ക് ചൂടാറാൻ വേണ്ടി വെക്കണം. അങ്ങനെ ഞാൻ ചോറും ഉപ്പേരിയൊക്കെ ചൂടാറാൻ വെച്ചതിന് ശേഷം ഞാനിതാ ഒരു 2 ദോശയും കൂടി ഉണ്ടാക്കാനുള്ള മാവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത പണി എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ പൂമ്പാറ്റയുടെ ഉപ്പേരി ഒന്ന് റെഡിയാക്കണം. അത് വെറുതെ എന്താ പറയുക, വെളിച്ചെണ്ണയും അതുപോലെ തന്നെ കടുകും പൊട്ടിച്ചിട്ട് വെറുതെ വറുത്തിടാനാണ് കേട്ടോ. കാര്യം ഇപ്പോൾ വീട്ടിലൊക്കെ കാണിച്ചാൽ കുറച്ച് എരിവുണ്ടിച്ചാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തീറ്റിക്കും. പക്ഷേ സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ മതിയായ കൊണ്ടുപോയി കളയുക എന്തെങ്കിലും ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവളുടെ ഇഷ്ടം പോലെയാണ് കേട്ടോ ചെയ്ത് കൊടുക്കണത്. അല്ലാതെ എൻ്റെ ഒരു ഇഷ്ടത്തിന് ഞാൻ ചെയ്ത് കൊടുക്കണില്ല അവൾക്ക്. കുട്ടികളിങ്ങനെ മുളകൊക്കെ കഴിച്ച് ശീലാവണം എന്ന് പറയും. അവർ മുളക് കഴിക്കാനൊന്നുമില്ല കേട്ടോ. ഞാൻ ഇരുത്തി ഇങ്ങനെ ഒരു ആയം പോലെ കൊടുക്കുകയാണെന്ന് വെച്ചാൽ അവർ കഴിക്കുന്നല്ലാണ്ട് സ്വന്തമായിട്ടൊന്നും എരിവുള്ളത് അങ്ങനെ എടുത്ത് കഴിക്കില്ല കേട്ടോ. അപ്പോൾ നമുക്കിതാ നമ്മുടെ ചായ ആയിട്ടുണ്ട്, ദോശ ആയിട്ടുണ്ട്. പിന്നെ ഇതാ ഇന്നലെ രാവിലെ വെച്ചതാണ് കേട്ടോ ഈ വെണ്ടയ്ക്ക കറി, അതുണ്ട്. അതുപോലെ തന്നെ എനിക്കുള്ള ഉപ്പേരിയുണ്ട്, പൂമ്പാറ്റയ്ക്കുള്ള ഉപ്പേരിയുണ്ട്, ചോറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇന്നലെ വൈകുന്നേരം വെച്ച മീൻ കറി ഉണ്ട്. അതുപോലെ തന്നെ ഇന്നലെ വൈകുന്നേരം വെച്ച മീൻ വറുത്തതും ഉണ്ട് കേട്ടോ. അപ്പോൾ ഉച്ച വരെയുള്ള ഏകദേശം കാര്യങ്ങളൊക്കെ വെപ്പിൻ്റെയൊക്കെ കാര്യങ്ങൾ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാത്രങ്ങളൊക്കെ കഴുകി വെക്കണം കേട്ടോ. ഞാനിന്ന് പൂമ്പാറ്റയ്ക്ക് സ്കൂളുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇരിക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് സ്കൂളില്ല, എന്ന അവധിയാണ്. അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ വെള്ളം വരുന്ന ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തുണികളൊക്കെ ഒന്ന് സോപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ. ശേഷം ഞാൻ വന്നതും പാത്രങ്ങൾ കഴുകുകയാണ് കേട്ടോ ചെയ്യണത്. കുറച്ച് നേരം അവിടെ സോപ്പ് വെള്ളത്തിൽ ഇരിക്കട്ടെ, പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞിട്ട് പോയി തിരുമ്പാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ. അങ്ങനെ ചെയ്താലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, തുണികൾ തിരുമ്പി കഴിഞ്ഞതും എനിക്കും എൻ്റെ പൂമ്പാറ്റയ്ക്കും കുളിക്കുക. അപ്പോൾ പിന്നെ രാവിലത്തെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു. കുളി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് ചായ കുടിക്കലോ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യാം. എങ്ങനെ പോയാലും നനയും, തിരുമ്പുമ്പോഴും ഞാൻ നനയും, പാത്രം കഴുകുമ്പോഴും നനയും. അപ്പോൾ ഈ 2 പണിയും കഴിഞ്ഞിട്ട് അങ്ങോട്ട് കുളിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് പൂമ്പാറ്റയ്ക്ക് സ്കൂളില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ കുറച്ചൊന്ന് ലാഗായിട്ടോ. എന്നാലും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1-1.5 കേട്ടോ ഞങ്ങൾക്ക് വെള്ളം വരിക. അത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് തോന്നണു. അപ്പോൾ എന്താ പറയുക, വന്നാൽ തന്നെ ഒരു 9 മണിയാകുമ്പോൾ നിൽക്കും ചെയ്യും കേട്ടോ. അപ്പോൾ എങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് തിരുമ്പി എടുത്തിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഒഴിവായ പാത്രത്തിലും കൂടി വെള്ളം നിറച്ച് വയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വേഗം തിരുമ്പണത്. അല്ലാണ്ട് വെള്ളം നിന്നിട്ട് തിരുമ്പാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ പറയുക, പിടിച്ച് വെച്ച വെള്ളത്തിൽ നിന്ന് തന്നെ എടുക്കണ്ടേ. അപ്പോൾ അത് സ്കൂളില്ലാത്ത കാരണം കൊണ്ട് തന്നെ പൂമ്പാറ്റയുടെ കൂട്ടുകാരൻ ബബ്ലും ഉണ്ട് കേട്ടോ അവിടെ കളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. നോക്കുമ്പോഴാണ് വെച്ചാൽ അവൻ വന്ന് നോക്കുമ്പോൾ അവൾക്ക് നേരം പോലെ ഫോൺ പിടിച്ച് തരണമെന്നില്ല, ഒന്നുമില്ല കേട്ടോ. അവസാനം പിന്നെ ഞാൻ പറഞ്ഞു, നീ പിടിക്കണ്ട ഞാൻ പിടിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ തരാനായി പറഞ്ഞപ്പോൾ അവൾ കൂട്ടാക്കിയില്ല കേട്ടോ. വേണ്ടമ്മ ഞാൻ പിടിക്കാമെന്ന് പറഞ്ഞു. തിരുമ്പൽ കഴിഞ്ഞപ്പോൾ തുണികളൊക്കെ തോരയിട്ട് പൂമ്പാറ്റേനെ കുളിപ്പിച്ചു, ഞാനും കുളിച്ചു. ഞങ്ങൾ 2 പേരും കൂടെ ചായ കുടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. ചായക്ക് ഗോതമ്പ് ദോശയും അതുപോലെ തന്നെ ഇന്നലെ രാവിലെ വെച്ച നല്ല അടിപൊളി വെണ്ടക്ക സാമ്പാറുമാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ രാവിലത്തെ ഏകദേശം ഞങ്ങളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ എടുക്കണത് ഉച്ചയ്ക്കാണ് കേട്ടോ. ഉച്ചയ്ക്ക് പിന്നെ ചോറൊക്കെ കഴിക്കണ വീഡിയോ ആണ് എടുക്കണത്. രാവിലെ കാണിച്ച അതേ കറികളൊക്കെ തന്നെയാണ് കേട്ടോ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനുള്ളത്. അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കുറച്ച് പച്ചരി വെള്ളത്തിലിട്ട് വെച്ചു കേട്ടോ, എന്തെങ്കിലും ഒരു 4 മണി പലഹാരം ഉണ്ടാക്കാനാ. അത് കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ എടുക്കുന്നത് ഉച്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ബെഡൊക്കെ ഒന്ന് നമ്മൾ കൊട്ടി വിരിച്ച് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അകൊക്കെ ഒന്ന് അടിച്ചോരി ഇനിയിപ്പോൾ നമുക്ക് തുടയ്ക്കണം കേട്ടോ. പൂമ്പാറ്റയ്ക്ക് സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ ഞാൻ വൈകിട്ടാണ് കേട്ടോ തുടയ്ക്കാറ്. അല്ലെങ്കിൽ അവൾ ചളി ചവിട്ടി കയറ്റും, അത് കാരണം. പിന്നെ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കണം കേട്ടോ. അപ്പം ഈ ചപ്പാത്തിയുടെ കാര്യങ്ങൾ നോക്കുകയാണ്. പിന്നെ എൻ്റെ തൊണ്ടയ്ക്ക് എന്താ പറ്റിയെന്ന് അറിയില്ല കേട്ടോ. എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ വോയിസ് കൊടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്താ പറയുക, തൊണ്ട ഇങ്ങനെ അടയുക. എന്ത് സംഭവം എന്നറിയില്ല. ഇനി തൊണ്ടവേദന വരാനാണോ എന്തോ. വോയിസ് ഓവർ കൊടുക്കുന്നതിൽ എന്തെങ്കിലും പശുപശുക്കുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ സംഭവം. അപ്പോൾ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. അല്ലെങ്കിൽ വിചാരിക്കില്ല എന്ത് ഇങ്ങനെ ശബ്ദം കൊടുക്കണതെന്ന്. വേറെ ഒന്നല്ല ഇങ്ങനെ ശബ്ദം കൊടുക്കണത്, ഇങ്ങനെ വോയിസ് കൊടുക്കാൻ നേരത്തെ എന്താണെന്നറിയില്ല. ഇങ്ങനെ കണ്ടിന്യൂസ് ആയി ഇങ്ങനെ വോയിസ് കൊടുക്കുക കാരണം കൊണ്ടാണോ എന്തോന്ന് അറിയില്ല കേട്ടോ. തൊണ്ടയ്ക്ക് പെട്ടെന്നൊരു ബുദ്ധിമുട്ട് പോലെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അതാണ്
എപ്പോഴൊന്നുമില്ല കേട്ടോ. ഈ പറഞ്ഞ പോലെ ഇപ്പോൾ എന്താ പറയുക, ഇനി തൊണ്ടയുടെ എന്തെങ്കിലും പ്രശ്നമാണോ, അങ്ങനെ തൊണ്ടവേദനയോ അങ്ങനെ എന്തെങ്കിലും വരാനാണോ എന്നുള്ളൊരു സംശയം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അങ്ങനെ ഞാൻ ചപ്പാത്തി കുഴക്കലും പരത്തലൊക്കെ കഴിഞ്ഞിട്ട് നേരെ മിറ്റടിച്ച് വരാനാണ് കേട്ടോ വന്നത്. മിറ്റടിച്ച് വരുന്ന ഇടയിൽ എനിക്ക് ട്രൈപോഡ് ഇല്ലാത്ത കാരണം കൊണ്ട് ഏട്ടൻ്റെ ഒരു ലാഡറിൻ്റെ മുകളിൽ വെച്ചിട്ടാട്ടോ വീഡിയോ എടുത്തത്. അപ്പോൾ പൂമ്പാറ്റ അത് തട്ടിയിട്ടു. അത് ഞാനിങ്ങനെ ചോദിക്കാമായിരുന്നു കേട്ടോ. അതാണ് അവൾ അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നത്. നമ്മളിപ്പോൾ കുറച്ച് മുന്നേ കുറച്ച് പച്ചരി വെള്ളത്തിലിട്ടേച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഇപ്പോൾ അത് അരച്ചെടുത്തതാണ് കേട്ടോ ഇത്. അതിലേക്ക് ഞാൻ കുറച്ച് എന്താ പറയുക ജീരകം, അതുപോലെ തന്നെ ചെറുള്ളി ഇട്ട്, പിന്നെ കുറച്ച് പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഞാൻ അപ്പം ഉണ്ടാക്കില്ലോ നമ്മൾ, അത് ചെയ്യണം കേട്ടോ. അപ്പോൾ 4 മണിക്ക് ചായ ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചായ കുടിക്കേണ്ട മിറ്റടിച്ച് വരാൻ പോകുള്ളൂ എന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു മിറ്റടിച്ച് വരി അങ്ങോട്ട് ഇടാം, എന്നിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിന്നതാണ് കേട്ടോ. പിന്നെ ആണെങ്കിൽ മാവ് അരച്ച് കഴിഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ഞാൻ ചപ്പാത്തി കുഴക്കാനും പരത്താനൊക്കെ നിന്നല്ലോ. അപ്പോൾ പിന്നെ എന്നാൽ ഒരു കാര്യം ചെയ്യാം, മിറ്റടിച്ചോരി വന്നിട്ട് മാവ് പരത്തലും പലഹാരം ഉണ്ടാക്കലും ചായ കുടിക്കലൊക്കെ അങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മളുടെ അരിയപ്പൊക്കെ ഇവിടെ സെറ്റായോണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇത്രയും ദിവസം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മളുടെ അരിയപ്പം ഉണ്ടാക്കൽ മുഴുവനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറയുന്നത് ചായ വെക്കലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ചട്ടി മാറ്റിയിട്ട് ഞാൻ നേരെ ചായക്ക് വെള്ളം വെച്ചു, പൊടി ഇട്ടു. അങ്ങനെ നമ്മളുടെ ചായ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ എന്താ പറയുക, അപ്പക്കായല്ലോ ചായ കുടിക്കാമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ പൂമ്പാറ്റ അവിടെ നിന്ന് വിളിച്ച് പറയുകയാണ് കേട്ടോ, ചപ്പാത്തി ആയിട്ട് മതിക്ക് ചായ എന്ന്. അപ്പോൾ പിന്നെ ഒന്നും ഓർത്തില്ല, എന്തായാലും ആയി എന്ന് ആ ചപ്പാത്തിയും കൂടി അങ്ങോട്ട് ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്നിട്ട് വീണ്ടും ആ ചട്ടീനെ അടുപ്പത്ത് കയറ്റി. എൻ്റെ പൂമ്പാറ്റയാണെങ്കിൽ എപ്പോഴും ചെയ്യണ ഒരു കാര്യമാണ് കേട്ടോ. ഞാൻ ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് മാവൊക്കെ എടുത്ത് കുഴച്ച് സെറ്റാക്കാൻ നേരത്ത് അവൾ വരും കേട്ടോ. അവൾ വന്നിട്ട് അതിൽ മാവ് എടുത്തിട്ട് പോവും, ഒരു ഉരുള എടുത്തിട്ട് പോകും. എന്നിട്ട് ആ ഒരു ഉരുള വെച്ചിട്ട് അവൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും കേട്ടോ. അതുപോലെ എന്തോ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ ഇവിടെ. അപ്പോൾ അത് ചുട്ടെടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അത് റെഡി ആയിട്ടില്ലെങ്കിൽ എന്താ ഒന്നും കൂടി പോയി ഉണ്ടാക്കിയിട്ട് വായോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവളുടെ കയ്യിൽ കൊടുത്തയച്ചതാണ് കേട്ടോ അത്. എന്നിട്ട് പിന്നെ ഞാൻ എന്താ പറയുക, ഈ ചപ്പാത്തി ഉണ്ടാക്കുന്ന ആ ഒരു സമയത്ത് തന്നെ അവളത് കൊണ്ടുവന്നു കേട്ടോ. എന്തൊക്കെയോ ഒരു ഷേപ്പിലൊരു സാധനം, അത് ഞാൻ ചുട്ടിട്ട് അവൾക്ക് കഴിക്കാൻ കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതാ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. ചപ്പാത്തിയൊക്കെ ആയപ്പോൾ ഞാനിതാ ഒരു അപ്പം എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കട്ടൻ ചായ എടുത്തിട്ടുണ്ട് കേട്ടോ. പൂമ്പാറ്റിക്ക് കാണിച്ച് ചപ്പാത്തി മതി എന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ പിന്നെ അവൾക്ക് ചപ്പാത്തി തന്നെ കൊടുത്തു കേട്ടോ. ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോൾ നേരെ മേലെ എഴുകിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അവൾക്ക് ഭക്ഷണം കഴിക്കാൻ കൊടുത്തു കേട്ടോ. ഇന്നിപ്പോൾ സ്കൂളില്ലാത്ത ദിവസമായിരുന്നല്ലോ. ഇന്ന് നല്ല കളിയായിരുന്നു, ഓടലും ചാടലും ഒക്കെ ആയിട്ട് നല്ല ക്ഷീണം ഉണ്ടാവും. അത് കാരണം കൊണ്ട് തന്നെ നേരത്തെ കടന്നുറങ്ങും ചെയ്യും കേട്ടോ. അപ്പോൾ പിന്നെ അവളെന്നെ ഞാൻ അവളുടെ കാര്യങ്ങളൊക്കെ കഴിച്ച് കിടത്തി ഉറക്കി കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും ഇതാ ഏട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ. ഏട്ടൻ വന്നതിന് ശേഷമുള്ള വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു ചെറിയൊരു വിശേഷം. നാളെ നല്ലൊരു വീഡിയോയിൽ കാണാം. താങ്ക്